ബുദ്ധിമുട്ടുകളൊന്നും അറിയിക്കാതെ തന്നെയായിരുന്നു അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങളെ വളർത്തിയത്. ചെറുപ്പം മുതലേ ഗ്രാൻഡ് പാരൻസിന് കൂട്ടുകിടക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ പ്രാർത്ഥനകളെല്ലാം തന്നെ എനിക്ക് ചെറുപ്പം മുതലേ അറിയാമായിരുന്നു. കോൺവെൻറ്റിൽ ചേരണമെന്നോ സിസ്റ്ററാകണമെന്നോ എനിക്ക് ഒട്ടും ആഗ്രഹം ഉണ്ടായിരുന്നില്ല. കൗമാരത്തിൻ്റെതായ എല്ലാ കുസൃതികളും ഒത്തിരിയേറെ സംസാരിക്കുന്നത് കൊണ്ട് ഒത്തിരിയേറെ ഫ്രണ്ട്സും എനിക്കുണ്ടായിരുന്നു. പഠിച്ച് LLBക്ക് ചേരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പല കോൺവെൻറ്റുകളിൽ നിന്ന് സിസ്റ്റേഴ്സ് സ്കൂളിലെത്തുകയും അവരുടെ കോൺഗ്രിഗേഷനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ഇതൊന്നും ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല. കാരണം എനിക്ക് സിസ്റ്റർ ആവണമെന്നൊരാഗ്രഹം എൻ്റെ ഉള്ളിൽ പോലും ഉണ്ടായിരുന്നില്ല. ഒത്തിരിയേറെ സിസ്റ്റേഴ്സ് വന്ന് അവരുടെ കോൺഗ്രിഗേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഞാൻ പുറകിലിരുന്ന് സംസാരിക്കുക മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ ഏതോ ഒരു കൂട്ടുകാരത്തെ കാണിച്ച കുസൃതിയിൽ എൻ്റെ പേരും സിസ്റ്റേഴ്സിന് എഴുതി കൊടുത്തു വിട്ടു. സിസ്റ്റേഴ്സ് വീട്ടിലേക്ക് വിളിച്ചു. അമ്മ സംസാരിച്ചു. എന്നെ ക്യാമ്പിന് വിടാമെന്ന് സമ്മതിച്ചു. എങ്കിൽ സിസ്റ്റേഴ്സ് എന്നെ കാണാൻ വീട്ടിലേക്ക് വന്നപ്പോൾ ഞാൻ അവരെ കാണുകയോ പോലും ചെയ്തില്ല. മാറി നിൽക്കുകയാണ് ചെയ്തത്. കരഞ്ഞുകൊണ്ടാണ് ഞാൻ ക്യാമ്പ് കൂടുവാൻ കോൺവെൻറ്റിലേക്ക് വന്നത്. ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ ആദ്യമായിട്ടാണ് ഞാനൊരു കോൺവെൻറ്റിലെത്തുകയും ഒത്തിരി സുഹൃത്തുക്കളെ കാണുകയും വൈദികർ ഒത്തിരിയേറെ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തെങ്കിലും ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല. തിരിച്ച് വീട്ടിൽ വന്ന് പഠനത്തിൽ മുഴുകി 10ാം ക്ലാസ് കംപ്ലീറ്റ് ആയി. പക്ഷേ എനിക്ക് കോൺവെൻറ്റിൽ നിന്ന് ലഭിച്ച മറിയം മഗ്ദലേനയുടെ പ്രാർത്ഥന മാത്രം ഞാൻ കയ്യിൽ കരുതിയിരുന്നു. പരീക്ഷയ്ക്ക് നല്ല വിജയം കിട്ടാൻ വേണ്ടി എല്ലാ ദിവസവും മറിയം മഗ്ദലേനയോടുള്ള പ്രാർത്ഥന ഞാൻ മുടക്കാതെ ചെയ്തിരുന്നു. പരീക്ഷയ്ക്ക് ഉന്നത വിജയത്തിനായി എല്ലാ ദിവസവും പള്ളിയിൽ പോകാനും തുടങ്ങി. അങ്ങനെ എപ്പോഴും 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ സിസ്റ്റർ ആവണമെന്ന ആഗ്രഹം എൻ്റെ ഉള്ളിൽ വന്നു. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ട് നിൽക്കുന്ന അപ്പച്ചൻ എനിക്കിതിന് കൂട്ടായിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ആഗ്രഹം അപ്പച്ചനുമായി ഷെയർ ചെയ്തു. പക്ഷെ അന്നു മുതൽ അപ്പച്ചൻ ഇതിന് സമ്മതിക്കുകയും ചെയ്തില്ല. എന്നോട് ദേഷ്യവും എൻ്റെ മുമ്പിൽ വന്ന് സംസാരിക്കാത്ത അവസ്ഥയുമായി വീട്ടിലെ സമാധാനം കുറഞ്ഞു. അപ്പച്ചൻ മദ്യത്തിന് അടിമയായി. എങ്കിൽ ഒരു ദിവസം ഞാൻ ബാഗും എല്ലാം പാക്ക് ചെയ്ത് അപ്പച്ചൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഞാൻ കോൺവെൻറ്റിലേക്ക് പോവുകയാണെന്ന്. പക്ഷെ അപ്പച്ചൻ ഒട്ടും സമ്മതിക്കുക മാത്രം ചെയ്യുകയല്ല, എന്നെ ഒത്തിരി അടിക്കുകയും ചെയ്തു. വീട്ടിലെ സന്തോഷത്തിന് വേണ്ടി അമ്മ എന്നോട് പറഞ്ഞു ഇനി ഒരിക്കലും കോൺവെൻറ്റിൽ പോകണമെന്ന ആഗ്രഹം വീട്ടിൽ പറയുകയായിരുന്നു. 10ാം ക്ലാസ് പഠനം കഴിഞ്ഞു. റിസൾട്ട് വന്നു. സിസ്റ്റേഴ്സിൻ്റെ സ്കൂളിൽ പഠിക്കണമെന്ന ആഗ്രഹത്താൽ +1 സിസ്റ്റേഴ്സിൻ്റെ സ്കൂളിൽ ചേർന്നു. എങ്ങനെയെങ്കിലും അവിടുത്തെ കോൺവെൻറ്റിൽ ചേരാമെന്ന് വിചാരിച്ച് ബോർഡിങ്ങിൽ ചേർന്ന് പഠിക്കുക എന്ന ആഗ്രഹം വീട്ടിൽ പ്രകടിപ്പിച്ചു. എന്നിട്ട് പോലും അപ്പച്ചൻ സമ്മതിച്ചില്ല. എനിക്ക് എപ്പോഴൊക്കെ അവസരം കിട്ടുന്നു അപ്പോഴെല്ലാം ഞാൻ അപ്പച്ചനോട് കോൺവെൻറ്റിൽ ചേരണമെന്ന ആഗ്രഹം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ എപ്പോഴൊക്കെ പറയുന്നു അപ്പോഴൊക്കെ അപ്പച്ചൻ വീട്ടിൽ വാശിയും എന്നോട് സംസാരിക്കാത്ത അവസ്ഥകളുമായി. എനിക്ക് എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ കരുതലും സ്നേഹവും തന്നിരുന്നത് എൻ്റെ അപ്പച്ചനാണ്. അപ്പച്ചൻ്റെ ആ അവസ്ഥയിൽ എനിക്ക് ഒത്തിരി വേദന ഉണ്ടായിരുന്നെങ്കിലും സിസ്റ്റർ ആവണമെന്ന ആഗ്രഹം ഉള്ളിൽ ഏറെ കൂടുതലായി തോന്നി. മറിയം മഗ്ദലേനയോടുള്ള പ്രാർത്ഥന നിർത്താതെ തുടങ്ങി. വീട്ടിൽ വന്ന ഒരു സിസ്റ്റർ പറഞ്ഞതനുസരിച്ച് അപ്പച്ചൻ്റെ ഒരു മാറ്റത്തിനായി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. +1 പരീക്ഷ പകുതിയായപ്പോൾ അപ്പച്ചനൊരു മാറ്റം വരണേ എന്ന പ്രാർത്ഥന കൂടുതലായിട്ട് പ്രാർത്ഥിക്കുവാനും തുടങ്ങി. അതിൻ്റെ ഫലമായി +1 ഫൈനൽ എക്സാമിന് മുമ്പ് വർക്ക് സൈറ്റിൽ വെച്ച് അപ്പച്ചൻ്റെ കാലിൽ ഒരു ചെറിയ ആണി കയറുകയും ഒരാഴ്ച കൊണ്ട് അപ്പച്ചൻ തീരാവശ്യതയിലേക്ക് ആവുകയും ചെയ്തു. എങ്കിലും ഞാൻ പ്രാർത്ഥന നിർത്താതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു അപ്പച്ചൻ ഞങ്ങളെ വിട്ട് പോയത്. അതിനുശേഷം എനിക്ക് പള്ളിയിൽ പോകുവാനും മറിയം മഗ്ദലേനയോടുള്ള പ്രാർത്ഥന ചൊല്ലുവാനും ദൈവത്തിലുള്ള വിശ്വാസമെല്ലാം കുറഞ്ഞു. ഞാൻ ദൈവത്തെ പഴിക്കാൻ തുടങ്ങി. കാരണം എൻ്റെ അപ്പച്ചൻ്റെ ഒരു മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അപ്പച്ചനെ തന്നെ എടുത്തു. എനിക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമായിരുന്നു. സിസ്റ്റർ ആവണമെന്ന ആഗ്രഹം ഞാൻ പണ്ടേ ഉപേക്ഷിച്ചു. പിന്നെ പഠിക്കണമെന്നോ സന്തോഷമായിട്ടിരിക്കണമെന്നോ ജീവിക്കണമെന്നോ ഉള്ളൊരാഗ്രഹം എന്നിൽ നിന്ന് പോയി. അപ്പോഴാണ് കുറച്ച് സിസ്റ്റേഴ്സ് വീട്ടിൽ വരികയും അവരെന്നോട് പറയുകയും ചെയ്തു അപ്പച്ചനുണ്ടെങ്കിൽ നിനക്ക് ദൈവവിളി കിട്ടില്ല. അപ്പച്ചനെ ദൈവത്തിൻ്റെ പക്കലേക്ക് എടുത്തത് നിനക്ക് ചിലപ്പോൾ ദൈവവിളി തരാൻ വേണ്ടിയായിരിക്കും. ഞാൻ പിന്നീട് അത് ധ്യാനിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് തോന്നി അപ്പച്ചനുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും കോൺവെൻറ്റിൽ കയറുകയില്ല. ചിലപ്പോൾ ഇന്ന് ദൈവം എൻ്റെ അപ്പച്ചനെ എടുത്തിരിക്കുന്നത്
എനിക്ക് ദൈവവിളി തരുവാൻ വേണ്ടിയായിരിക്കും. സിസ്റ്റർ ഇങ്ങനെ കൂടി പറഞ്ഞു തന്നു, അപ്പച്ചൻ നിനക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കും. ഇതായിരുന്നു എൻ്റെ ബലം. ഞാൻ തുടർന്ന് +1 കംപ്ലീറ്റ് ചെയ്തു. +2 പഠിച്ചു. +2 എക്സാം കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിൽ എൻ്റെ ആഗ്രഹം വീണ്ടും പറഞ്ഞു. എന്നാൽ അമ്മച്ചിയോ അനിയനോ അനിയത്തിയോ ഗ്രാൻഡ് പാരൻസോ ആരും എനിക്ക് സപ്പോർട്ട് നിന്നില്ല. എൻ്റെ സ്വഭാവം വെച്ച് ഞാൻ എങ്ങനെ സിസ്റ്റർ ആവാൻ പോകും, ഞാൻ കോൺവെൻറ്റിൽ നിൽക്കില്ല എന്നായിരുന്നു പലരും എന്നോട് പറഞ്ഞത്. എനിക്ക് സിസ്റ്റർ ആൻറ്റി ഇങ്ങനെ പറഞ്ഞു, മോളെ, കോൺവെൻറ്റ് ജീവിതം ഒരിക്കലും സ്മൂത്തായിരിക്കില്ല. കല്ലും മുള്ളും നിറഞ്ഞ വഴിയിൽ കൂടി നീ പോകേണ്ടി വരും. നിന്നെ ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെ വളർത്തിയിട്ട് നിനക്ക് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ജീവിക്കാൻ നിനക്ക് സാധിക്കുകയില്ല. എങ്കിലും ഞാൻ തുടർന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. +2 റിസൾട്ട് വരുന്നതിന് മുമ്പ് വീട്ടിലെ ഒരു ആവശ്യ സമയത്ത് ഞാൻ എൻ്റെ ആഗ്രഹം എല്ലാവരുമായിട്ട് പങ്കുവച്ചു. നാളെ ഞാൻ കോൺവെൻറ്റിൽ ചേരുകയാണ്, ആർക്കെങ്കിലും കൂടെ വരാൻ താല്പര്യമുണ്ടെങ്കിൽ വരാം. അപ്പോൾ ആരും തന്നെ അതിന് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചില്ല. എങ്കിലും ജൂൺ 7-ാം തീയതി ഞാൻ പാഷനേറ്റ് സന്യാസ സഭയിലേക്ക് കടന്നു വന്നപ്പോൾ എൻ്റെ അമ്മച്ചിയും അനിയനും അനിയത്തിയും മക്കളുമെല്ലാം എൻ്റെ കൂടെ വന്നു. സന്യാസ രൂപീകരണ സമയത്ത് വീട്ടിൽ നിന്ന് സപ്പോർട്ടൊന്നും കിട്ടിയില്ലെങ്കിൽ തന്നെ വിളിച്ചവൻ എന്നെ കാക്കുമെന്ന വിശ്വാസം എനിക്കുണ്ടായിരുന്നു. 6 വർഷത്തെ തുടർ പരിശീലനത്തിന് ശേഷം 2017 ഓഗസ്റ്റ് 15-ാം തീയതി ഞാൻ സഭാവസ്ത്രം സ്വീകരിച്ചു. ദൈവം തൻ്റെ യോഗ്യതകളാലല്ല അയോഗ്യതകളാലാണ് നമ്മെ വിളിക്കുന്നുവെന്ന വിശ്വാസം എനിക്കുണ്ടായിരുന്നു. എൻ്റെ ദൈവവിളിയിൽ ദൈവം എന്നെ ഇതുവരെ കാത്തു. ഒത്തിരിയേറെ ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടെങ്കിലും ദൈവം എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവവിളിയിൽ അവൻ കൂടെ ഉണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ദൈവവിളിക്ക് വേണ്ടി നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കാം.